ഗുണമേന്മയുള്ള സമയം ഒരുമിച്ച് ചെലവഴിച്ച് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ. ഭക്ഷണമേശയ്ക്ക് ചുറ്റും ഒരുമിച്ചിരുന്ന് അർത്ഥവത്തായ തുറന്ന സംഭാഷണങ്ങളിൽ ഏർപ്പെടുക എന്നത് ലളിതമായ ഒരു കാര്യമാണെന്നും എല്ലാ കുടുംബങ്ങളും ഇതൊരു പതിവാക്കി മാറ്റണമെന്നും പാപ്പ നിർദ്ദേശിച്ചു. കുടുംബജീവിതത്തിൽ മാറി മാറി വരുന്ന ശാന്തവും നാടകീയവുമായ അനുഭവങ്ങളെ തിരുക്കുടുംബം എങ്ങനെയാണ് അഭിമുഖീകരിച്ചതെന്ന് സുവിശേഷത്തിന് വെളിച്ചത്തിൽ പാപ്പ വിശദീകരിച്ചു. ഈ കാലഘട്ടത്തിലും കുടുംബങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ കഥ തന്നെയാണിത്. കൗമാരക്കാരും അവരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കളും ഉൾപ്പെടുന്ന ഒരു കുടുംബത്തിന്റെ കഥ. സംഭാഷണമാണ് ഒരു കുടുംബത്തിലെ ഏറ്റവും പ്രധാന ഘടകം. ആശയവിനിമയം നടത്താത്ത ഒരു കുടുംബത്തിന് സന്തോഷമുള്ള കുടുംബമാകാൻ സാധിക്കില്ല. ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിക്കുന്നത് നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. അതിലുപരി അത് തലമുറകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. മനസ്സിലാക്കുന്നതിനേക്കാൾ ശ്രദ്ധയോടെ കേൾക്കുന്നതാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. മറ്റൊരാളെ കേൾക്കുന്നതിലൂടെ നാം ആ വ്യക്തിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. നിലനിൽക്കാനും സ്വയം ചിന്തിക്കാനുമുള്ള ആ വ്യക്തിയുടെ അവകാശത്തെ മാനിക്കുകയാണ് നാം അതിലൂടെ ചെയ്യുന്നത്. കുട്ടികൾ ഇത് തീർച്ചയായും അർഹിക്കുന്നു. ഒരിക്കലും സ്വയം അടച്ചുപൂട്ടരുത്. മൊബൈൽ ഫോണിലേക്ക് നോക്കി തല കുനിച്ചിരിക്കരുത്. സംസാരിക്കുകയും അന്യോന്യം കേൾക്കുകയും ചെയ്യുക. നല്ല സംഭാഷണം നന്നായി വളരാൻ നമ്മെ സഹായിക്കുമെന്നും കുടുംബങ്ങളെ പാപ്പ ഓർമ്മിപ്പിച്ചു. തിരുക്കുടുംബത്തിൽ നിന്ന് നാം പഠിക്കേണ്ട പ്രധാന കാര്യം പരസ്പരം ശ്രദ്ധയോടെ കേൾക്കുക എന്നുള്ളതാണെന്ന് പാപ്പ വീണ്ടും കുടുംബങ്ങളെ ഓർമ്മിപ്പിച്ചു.